പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങൾ, വലിയൊരു ആനന്ദമാണ്. കാരണം എന്താണെങ്കിൽ ഇന്നലെ ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവ് അതിശക്തമായിട്ട് ചങ്ങലകൾ കെട്ടുകൾ അഴിച്ചു കേട്ടോ. ദൈവജനം ധാരാളം പേര് വരാനായിട്ട് ഇടയായി. കർത്താവിന് നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയ. കാരണം അവിടുന്ന് നല്ലവനാണ്. ഇന്ന് നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ ഫോട്ടോസൊക്കെ നിങ്ങൾ കാണുന്നത് നമ്മുടെ ഇന്നലത്തെ ശുശ്രൂഷയുടെയാണ് കേട്ടോ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് അത് യൂദാസ് ലിഹായുടെ 1-ാം ലേഖനം 6-ാം തിരുവചനം വെളിപ്പെടുത്താണ്. സ്വന്തം നില മറന്ന് തങ്ങളുടേതായ വാസസ്ഥാനം ഉപേക്ഷിച്ചു കളഞ്ഞ ദൂതന്മാരെ, അതായത് സ്വന്തം നില മാലാഖമാരെന്ന സ്ഥാനം മറന്ന് പിശാചുകളായവർ, നരകത്തിലേക്ക് പോയവർ, അതാണ് പറയുന്നത്. സ്വന്തം നില മറന്ന് തങ്ങളുടേതായ വാസസ്ഥാനം ഉപേക്ഷിച്ച് കളഞ്ഞ ദൂതന്മാരെ മഹാദിനത്തിലെ വിധി വരെ അവിടുന്ന് അന്ധകാരത്തിൽ നിത്യബന്ധനത്തിൽ സൂക്ഷിച്ചിരിക്കുന്നുവെന്ന് ഓർക്കുക. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ നില മറന്ന് നമ്മൾ പോവുക. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് ഒരു ഫാമിലി, ഒരു നാളുകൾക്ക് മുമ്പാണ്, ഞാനൊരു പള്ളിയിലായിരുന്ന സമയത്ത് അവരുടെ മാതാപിതാക്കൾക്ക് ഭയങ്കര ഫോർവേഡ് ആയിട്ടുള്ള ചിന്തകളാണ്. അവർ പറയുന്നത്, നമ്മൾക്കിപ്പോൾ എല്ലാവരും ക്രിസ്ത്യൻസായിട്ട് അങ്ങനെ മാരേജ് ചെയ്യണമെന്നൊന്നുമില്ല, ചിലപ്പോഴൊക്കെ വേറെ കാസ്റ്റൊക്കെയാണ്, കുഴപ്പമൊന്നുമില്ല, അങ്ങനെയൊക്കെയുള്ള അങ്ങനെയാണ് അവർക്ക് പെൺമക്കളൊക്കെ ആയിരുന്നു. അങ്ങനെ അവർ, പ്രിയ സഹോദരങ്ങളിൽ വലിയൊരു വേദനയിലാണ്. അവർ സ്വീഡനിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടുത്തെ ഒരു മകൾക്ക് അവൾ കല്യാണം കഴിക്കുന്നത് വേറൊരു പെണ്ണിനെ തന്നെയാണ് അവർ വിവാഹം കഴിക്കുന്നത്. നമ്മൾ ചിന്തിച്ചോക്കിയ സഹോദരങ്ങളെ, അതായത് നമ്മൾ ഒന്ന് പിഴച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദൈവസന്നിധിയിൽ നമുക്ക് ഒന്നും പോയാൽ മതി. ഒരു ദൈവാനുകൃപയുടെ ഒരു അഭിഷേകം നമുക്കൊന്നും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിള്ളേർ 10 പോയി. പിള്ളേരുടെ ഇന്ന് വലിയ കണ്ണുനീരിലും, കഴിഞ്ഞ ദിവസം അച്ഛനെ കാണാൻ വന്നിരുന്നു, വലിയ കണ്ണുനീരിലും സങ്കടത്തിലുമാണ് ആ മാതാപിതാക്കൾ. അന്ന് അവർക്ക് 40-45 വയസ്സേ ഉള്ളൂ. അവർ രണ്ടുപേരും ജോലിക്കാരാണ്, സമ്പത്തുണ്ട്, ആ സൊസൈറ്റിയിൽ അവർ വലിയൊരു സ്ഥാനം അവർക്കുണ്ട്. ഇന്ന് കരയാൻ കണ്ണുനീരിൽ, ഇന്ന് റിട്ടയറൈസ് ആയവർ. വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം അച്ഛനെ കാണാൻ വന്നപ്പോൾ അവരുടെ മകള് വേറൊരു സ്ത്രീയുടെ ഒപ്പം ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് വിദേശത്ത് താമസിക്കും, വീട്ടിലേക്ക് വരുന്നില്ല. സ്വന്തം നിലം മറന്ന് തങ്ങളുടേതായ വാസസ്ഥാനം ഉപേക്ഷിച്ച് കളഞ്ഞ ദൂതന്മാരെ. പ്രിയ സഹോദരങ്ങളെ, ഇങ്ങനെ ഒരുപാട് പേരുണ്ട്. ഈ ഭയങ്കര ആധുനിക ചിന്തകളൊക്കെ, ഈ ആത്മീയതയൊക്കെ, അതൊക്കെ വേസ്റ്റ്. അതിനൊന്നും കാര്യമില്ല. അത് പറയുന്ന അച്ഛന്മാർ മോശം, അത് പറയുന്ന മാതാപിതാക്കൾ മോശം എന്നൊക്കെ പറയുന്ന മക്കളുണ്ട്. അത് വലിയ അപകടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്, യാതൊരു സംശയവും വേണ്ട. കാരണം ഒരുപാട് കരയാൻ കണ്ണീരില്ല എന്ന് പറയില്ലേ. ഇന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം, ദൈവമേ, ഞങ്ങളുടെ നിലം മറന്ന് ഞങ്ങൾ പോയിട്ടുണ്ടെങ്കിലേ ഒരിറ്റ് കണ്ണുനീര് ഞങ്ങൾക്ക് വേണം കർത്താവേ. ദൈവമേ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എപ്പോഴും എന്നേക്കും ആമേൻ.